sun and sister moon, I seldom see. നമ്മളുടെയൊക്കെ ജീവിതങ്ങളിൽ പരിവർത്തനം നല്ലതിന്, മാറ്റം നല്ലതാണ്. ദൈവത്തിലേക്കുള്ള മാറ്റം എന്നും എന്നും നല്ലതാണ്. എന്തു തന്നെയാണെങ്കിലും നമുക്ക് ഇത് മുന്നോട്ട് പോകാം. പിന്നീടാണ് സെയിന്റ് ദാമിയാനോയിലെ ക്രൂസിഫിക്സ്, വിശുദ്ധ കുരിശ്, ഫ്രാൻസിസിനോട് സംസാരിക്കുന്നതായിട്ട് നമ്മൾ അറിയുന്നത്. സെയിന്റ് ഡാമിയാനോ അക്കാലത്ത് ബ്രദേഴ്സ് ഓഫ് സെയിന്റ് റുഫീനോ, ആ ഒരു കമ്മ്യൂണിറ്റി ഓഫ് ബ്രദേഴ്സ് ഓഫ് സെയിന്റ് റുഫീനോ എന്ന ഒരു വിശ്വാസ സഹോദരന്മാരുടെ കീഴിലായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു ബൈസാൻഡിയം ക്രോസ് ഫ്രാൻസിസിനോട് സംസാരിക്കുന്നു. ഈ കുരിശ് ഫ്രാൻസിസിനോട് സംസാരിച്ചുവോ? ഇവയെല്ലാം ഫ്രാൻസിസിന്റെ തോന്നലുകളായിരുന്നു. വിവേചിച്ചറിയുക നമുക്ക് ബുദ്ധിമുട്ടാണ്. എങ്കിലും നമ്മുടെ വിശ്വാസ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത് അത് കുരിശ് ഫ്രാൻസിസിനോട് പറഞ്ഞു എന്നുള്ളത് തന്നെയാണ്. ഫ്രാൻസിസെ, ജീർണാവസ്ഥയിലായിരിക്കുന്ന എൻ്റെ ഈ ദേവാലയം നീ പുതുക്കി പണിയണം. മറ്റൊരു വേർഷൻ പറയുമ്പോൾ, ജീർണാവസ്ഥയിലായിരിക്കുന്ന എൻ്റെ ഈ ദേവാലയം നീ രക്ഷിക്കണം. എന്തായാലും ഫ്രാൻസിസ് ഇത്തരം ഒരു സംരംഭത്തിന് പൂർണ്ണ മനസ്സോടുകൂടി മുതിരുന്നു. ഇതിന് വേണ്ടി ഫ്രാൻസിസ് ഇറങ്ങുമ്പോൾ ഫ്രാൻസിസ് ഒരു ദേവാലയം മാത്രമല്ല, ഒന്നിൽ കൂടുതൽ ദേവാലയങ്ങൾ ഫ്രാൻസിസ് വീണ്ടും പരിഷ്കരിച്ചിട്ടുണ്ടാവാം. അത് 3 ദേവാലയങ്ങളെ നമുക്ക് ഉറപ്പിച്ചു പറയാം. ഒന്ന് സെയിന്റ് ഡാമിയാനോ ദേവാലയം, ബ്രദേഴ്സ് ഓഫ് സെയിന്റ് റുഫീനോ എന്നിവരുടെ കീഴിലായിരുന്നത്. 2 സെയിന്റ് പീറ്റേഴ്സ് ദേവാലയം, അത് റിവോ ടോട്ടോയുടെ അടുത്തായിരുന്നു. 3 പോർഷ്യങ്കുല ദേവാലയം. ഇതിൽ പോർഷ്യങ്കുല ദേവാലയവും സെയിന്റ് പീറ്റേഴ്സ് ദേവാലയവും ബെനഡിക്റ്റൻ സഭാ സമൂഹങ്ങളുടെ കീഴിലായിരുന്നു എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ പോലെ 1206 ഫ്രാൻസിസ് ഇവയുടെ എല്ലാത്തിൻ്റെയും കേടുപാടുകൾ നികത്തി വിശ്വാസികൾക്ക് എത്തിച്ചേരാവുന്ന ഒരു സ്ഥലമാക്കി ഫ്രാൻസിസ് മാറ്റി. 1206 ഫെബ്രുവരിയിൽ വെച്ച് തന്നെയാണ് ഫ്രാൻസിസ് ബിഷപ്പ് ഗൈഡോയുടെ ബിഷപ്പ് ഹൗസിന് മുൻപിലായി സ്വന്തം പിതാവിന് സ്വവസ്ത്രങ്ങൾ നൽകിക്കൊണ്ട്, എനിക്ക് ഇനി സ്വർഗസ്ഥനായ പിതാവ് മാത്രമേ ഉള്ളൂ എന്നുള്ള പ്രഖ്യാപനം നടത്തുന്നത് 1206 ഫെബ്രുവരിയിലായിരുന്നിരിക്കണം ഇത്. ഇവിടെ ചരിത്രകാരന്മാർ ഫ്രാൻസിസിൻ്റെതായ ദൈവിക തേജസ്സും നന്മയും ഒക്കെ ഊട്ടിപ്പറയുമ്പോഴും ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, എത്ര മോശം വ്യക്തിയാണെങ്കിലും തൻ്റെ മക്കളെ കുറിച്ച് ഓരോ മാതാപിതാക്കൾക്കും വ്യക്തമായിട്ടുള്ള ചിന്തകൾ ഉണ്ടാകാം. അത് തന്നെ ആയിരിക്കില്ലേ ആ പിതാവും ആഗ്രഹിച്ചിരുന്നത്. രണ്ടാമത്, സ്വപിതാവിന്
എല്ലാ വസ്ത്രങ്ങളും ഊരിക്കൊടുക്കുമ്പോൾ പോലും ആ പിതാവ് ഒരു ചാൻസും കൂടെ തൻ്റെ മകനിൽ നിന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാകുമോ? എന്തായാലും ഈ ചരിത്രങ്ങൾക്കൊന്നും വ്യക്തമായ ഉത്തരങ്ങൾ നമ്മുടെ കയ്യിലില്ല. എന്നിരുന്നാലും ഒരു കാര്യം ഉറപ്പാണ്, ഇവരെല്ലാവരും തന്നെ ഫ്രാൻസിസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഹേജിയോഗ്രാഫിക്കൽ റൈറ്റിംഗ്സ് എല്ലാം വരുന്നത്. നമുക്ക് ഇത് പ്രാർത്ഥനയിലൂടെ തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഈ ദേവാലയങ്ങളുടെ പുനരുദ്ധാരണത്തിന് ശേഷം തുടർന്ന് ആണ് ഫ്രാൻസിസ് തൻ്റെ തന്നെ ജീവിതത്തിലേക്ക് യഥാർത്ഥത്തിൽ തിരിയുന്നത്. അങ്ങനെ ഒരു ഫ്രറ്റേണിറ്റിയുടെ രൂപാന്തരത്തിലേക്ക് ഫ്രാൻസിസ് കടക്കുന്നത് ആ സമയത്താണ്. ഇതിനു മുൻപ് ഉണ്ടായിരിക്കാവുന്ന ഒരു പ്രധാന ഘടകമാണ് നമുക്ക് തിരിച്ചറിയേണ്ടതായിട്ടുള്ളത്. 1200 ജാനുവരിയിൽ ഒരു പക്ഷേ ഫ്രാൻസിസിന്റെ പിതാവ് ഫ്രാൻസിസിനെ ഹൗസ് അറസ്റ്റിൽ പാർപ്പിച്ചിട്ടുണ്ടാകാം. കാരണം സ്പോളേറ്റോയിൽ നിന്ന് തിരിച്ചു വരുന്ന മകൻ എന്തൊക്കെയോ ബുദ്ധിക്ക് പ്രശ്നങ്ങൾ സംഭവിച്ചു എന്ന പിതാവിന്റെ വിശ്വാസം തള്ളിക്കളഞ്ഞുകൂടാ. അതിലേക്ക് വീണ്ടും ചേർക്കേണ്ടതായിട്ടുള്ള ഒരു വസ്തുത, ഫ്രാൻസിസ് എന്നും ചരിത്രത്താളുകളിൽ ഒന്നുമാകാൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ അറിയുന്ന എല്ലാവരും തന്നെ ഫ്രാൻസിസിനെ ആരൊക്കെയോ ആകാൻ ശ്രമിച്ചു. നമ്മൾ നമ്മളുടെ യഥാർത്ഥ ജീവിതാവസ്ഥകളിൽ എന്തായിരിക്കുന്നുവോ, നമ്മുടെ ബലഹീനതകളിൽ നമുക്ക് ശക്തി തരുന്ന ദൈവത്തെ നമുക്ക് ആശ്രയിക്കാം. അങ്ങനെ ശക്തി തരുന്ന ആ ദൈവത്തിൽ നമുക്ക് വിശ്വസിക്കാം. നമ്മുടെ കഴിവില്ലായ്മകളും അറിവില്ലായ്മകളും നമ്മളുടെ അസ്വാഭാവികമായ ബോധവും ബോധക്കേടും ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് അതിലൂടെ തന്നെ വിശുദ്ധി നേടാൻ നമുക്ക് ശ്രമിക്കാം. 1206 ശേഷമുള്ള ഈ യാത്ര നമുക്ക് തുടരാം. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, 1206 എന്ന വർഷം ഫ്രാൻസിസിന്റെ ജീവിതത്തിൽ ഏറെ പ്രത്യേകതകൾ നിറഞ്ഞതായിരുന്നു എന്ന് നമ്മൾ കണ്ടു. പല സംഭവങ്ങളും നടക്കുന്നത് ആ വർഷത്തിലാണ്. 1205, 1206 എന്നീ വർഷങ്ങളിലാണ് ഫ്രാൻസിസ് തൻ്റെ പരിവർത്തനത്തിൻ്റെ നാളുകൾ തുടങ്ങുന്നതും പരിവർത്തനം എന്നത് ഒരു ലൈഫ് ടൈം ഈവൻ്റായി നമ്മൾ കാണുന്നത്. 1207 ഫ്രാൻസിസ് 2 കാര്യങ്ങളാണ് പ്രധാനമായി സംഭവിക്കുന്നത്. ഒരുപാട് സഹോദരന്മാർ ഫ്രാൻസിസിന്റെ കൂടെ ജോയിൻ ചെയ്യാനായിട്ടുള്ള ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കുന്നു. തുടർന്ന് ഫ്രാൻസിസ് തന്നെ പ്രാർത്ഥനയിലും ഉപവാസത്തിലും തൻ്റെ ജീവിതം നയിച്ചു പോരുന്നു. ഇതിനിടയിൽ തന്നെ ഫ്രാൻസിസിന്റെ ഹൃദയത്തിൻ്റെ ചിന്തകളിൽ ഏറ്റവും ഉണർന്നു നിൽക്കുന്ന ഒരു സംഭവം, താൻ എങ്ങനെയാണ് തുടർന്ന് ജീവിക്കേണ്ടത് എന്ന സംശയം ഫ്രാൻസിസിനെ അലട്ടിക്കൊണ്ടിരുന്ന സമയത്ത് 1208 ഫെബ്രുവരി മാസം 24 വിശുദ്ധ മത്തിയാസിന്റെ സുവിശേഷം
ആ തിരുനാൾ ദിവസം ഫ്രാൻസിസ് കേൾക്കാനിടയായത്. ആ സുവിശേഷം ഇപ്രകാരമായിരുന്നു. ഗോസ്പൽ മാത്യു 10-ാം അധ്യായം 9 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ഇത് കേട്ട ഫ്രാൻസിസ് അന്നേ ദിവസം ഇത് പ്രസംഗിച്ച വൈദികന്റെ അടുത്ത് ചെല്ലുകയും ഈ സുവിശേഷ ഭാഗം വിവരിച്ചു തരാനായി ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ശ്രദ്ധിക്കണം, 1208 ഫെബ്രുവരി 24 വിശുദ്ധ മത്തിയാസിന്റെ തിരുനാൾ ദിവസം. വൈദികൻ വളരെ ക്ഷമയോടെ ഫ്രാൻസിസിന് ഈ കാര്യങ്ങൾ വിവരിച്ചു നൽകുന്നു. ഒരു പ്രധാന സംഭവം ഉണ്ടാകുന്നത് ഫ്രാൻസിസിലുണ്ടായിരുന്ന ആ ചെറിയ സ്പാർക്ക് അത് ഒരു വലിയ വെളിച്ചമായിട്ട് തീരുന്നു. ഫ്രാൻസിസ് അവിടെ വെച്ച് തന്നെ പറയുന്നതായിട്ട് ചരിത്രകാരന്മാർ പറയുന്നു, ഇതാണ് ഞാൻ അന്വേഷിച്ച് നടന്നിരുന്നത്, ഇതിനു വേണ്ടിയാണ് ഞാൻ ജീവിച്ചിരുന്നത് എന്ന്. ശ്രദ്ധിക്കണം, മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 9 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ് ഇവിടെ. പോർസിയാങ്കുലയിലെ ദേവാലയത്തിൽ വെച്ചാണ് ഇപ്രകാരം ഒരു കാര്യം സംഭവിക്കുന്നത്. തുടർന്ന് 1208 ഏപ്രിൽ മാസം 16-ാം തീയതിയാണ് ഫ്രാൻസിസിന്റെ കൂടെ ആദ്യത്തെ 2 സഹോദരന്മാർ വന്നു ചേരുന്നത്. അത് ബ്രദർ ബെർണാഡ് ഓഫ് ക്വിന്റൻവാലെ ഡി ബറാൻഡല്ലോ, ഇതാണ് ബെർണാഡിന്റെ പൂർണ്ണ പേര്. ആ കാലഘട്ടത്തിൽ ഒരു പേരെഴുതുമ്പോൾ സ്വന്തം പേര്, പിതാവിന്റെ പേര്, പിതാവിന്റെ പിതാവിന്റെ പേരും എഴുതുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് ഞാൻ ജെറി, ഫാദർ ജോസഫ്, ഗ്രാൻഡ് ഫാദർ ലോനപ്പൻ. ജെറി ഡി എന്ന് പറയുമ്പോൾ ജെറി ഡി ജോസഫ് ഡി ലോനപ്പൻ. എങ്ങനെയോ സ്കൂൾ രജിസ്റ്ററൊക്കെ എഴുതാല്ലേ. എന്തായാലും ബെർണാഡ് ക്വിന്റൻവാലെ ആയിരുന്നു, വളരെ കാശുകാരനായിരുന്ന ബെർണാഡ് ക്വിന്റൻവാലെ ആയിരുന്നു ഫ്രാൻസിസിന്റെ ആദ്യ ശിഷ്യൻ. തുടർന്ന് വന്ന വ്യക്തിയാണ് പീറ്റർ കറ്റാനി. അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് പീറ്റർ ഡി കറ്റാനി ഡി ഗൈഡോസിയോ എന്നാണ്. ഇവർ 2 പേരും അസീസിയിലെ നോബിൾ ഫാമിലിയിൽ നിന്ന് വന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇവർ ദരിദ്രരായിരുന്നില്ല, സ്വയമേ ദാരിദ്ര്യം തെരഞ്ഞെടുത്തവരായിരുന്നു എന്നുള്ളതാണ് സത്യം. ഇവരായി ചേർന്ന് ഇവർ ഫ്രാൻസിസിന്റെ കൂടെ ചേർന്ന് സെയിന്റ് നിക്കോളോ ദേവാലയത്തിൽ വെച്ച് സുവിശേഷ ഭാഗം 3 പ്രാവശ്യം തുറന്നുവെന്ന് 1208 സുവിശേഷ ഭാഗം 3 പ്രാവശ്യം തുറന്നു എന്ന് ചരിത്രകാരന്മാർ സാക്ഷ്യപ്പെടുത്തുന്നു. എന്നാൽ ഇവരല്ല, മറിച്ച് ആ ദേവാലയത്തിൽ അന്നുണ്ടായിരുന്ന വൈദികനാണ് ഇപ്രകാരം ചെയ്തത് എന്ന് പറയുന്നവരുമുണ്ട്. ഇതിൽ കിട്ടിയത് മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 21-ാം വാക്യം, മത്തായിയുടെ തന്നെ സുവിശേഷം 16-ാം അധ്യായം 24-ാം വാക്യവും ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായം 26-ാം വാക്യവുമാണ്. എന്നാൽ ഇതിൽ തന്നെ
പല ഗ്രന്ഥങ്ങളിലും പല ഗ്രന്ഥകർത്താക്കന്മാരും ഇതേ അർത്ഥം വരുന്ന സുവിശേഷത്തിന്റെ പല ഭാഗങ്ങളും എഴുതിയതായിട്ട് കാണാം. ഉദാഹരണത്തിന് ലൂക്കായുടെ സുവിശേഷം 14:26 ചില സ്ഥലങ്ങളിൽ മത്തായിയുടെ സുവിശേഷം 19:21 തന്നെയായിട്ട് മാറ്റിയിരിക്കുന്നതും, അല്ലെങ്കിൽ മത്തായിയുടെ സുവിശേഷം 19:21 മാർക്കോസിന്റെ സുവിശേഷം 10:21 മാറ്റിയിരിക്കുന്നതും നമുക്ക് കാണാം. എന്തായാലും സെയിന്റ് നിക്കോളാസ് ദേവാലയത്തിൽ വെച്ചാണ് ഇത്തരം ഒരു അനുഭവം ഈ സഹോദരന്മാർക്ക് ഉണ്ടാകുന്നത്. 1208 തന്നെ ഏപ്രിൽ മാസം 23 ഗൈൽസ് ഇവരോടൊപ്പം ചേരുന്നത്. ഫ്രാൻസിസ് അടക്കം 4 പേരായി. ഇങ്ങനെ ഇവർ ദൈവപുത്രന്മാരായി ദൈവികമായ ജ്ഞാനം മുന്നിൽ കണ്ടുകൊണ്ട് അവരുടെ കൈകളിലുള്ള എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഫ്രാൻസിസിനെ പിൻചൊല്ലാൻ ശ്രമിക്കുന്നു. മറക്കരുത്, നമ്മളിവിടെ ഫ്രാൻസിസിനെ പിൻചൊല്ലുക എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ഫ്രാൻസിസ് പിൻചൊല്ലുന്ന എന്തൊന്നാണോ അതിലെ പിൻചൊല്ലുക എന്നുള്ളതാണ്. അതിനാൽ തന്നെ ഫ്രാൻസിസ്കൻ സ്പിരിച്വാലിറ്റി എന്ന വാക്കുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് ക്രൂശിതനായ ക്രിസ്തുവിനെ പിൻചൊല്ലുക, പരിശുദ്ധ ത്രിത്വത്തെ പിൻചൊല്ലുക എന്നൊക്കെയാണ്. ഫ്രാൻസിസിനെ അല്ല നമ്മൾ മുൻനിർത്തി നമ്മുടെ ലക്ഷ്യമായി കാണുന്നത്. ഫ്രാൻസിസിന്റെ ലക്ഷ്യം എന്തായിരുന്നു? അതാണ് നമ്മുടെയും ലക്ഷ്യം. വിശുദ്ധ ഗ്രന്ഥവും ക്രൂശിതനുമായിരുന്നു ഫ്രാൻസിസിന്റെ ലക്ഷ്യം. 1208 3 ഭാഗങ്ങളിലായിട്ട് പല സ്ഥലങ്ങളിലേക്കും ഫ്രാൻസിസ് തന്റെ സഹോദരന്മാരെ അയക്കുന്നതായി കാണാം. ഇതിൽ ആദ്യം ഫ്രാൻസിസും ബ്രദർ ഗൈൽസും മാർച്ചസ് ഓഫ് അനക്കോണയിലേക്ക് പോകുന്നു, അവിടെ വിശ്വാസം സ്ഥാപിക്കാനായി. ഈ കാലഘട്ടത്തിലായിരിക്കണം, 1208 മെയ് മാസത്തിലായിരിക്കണം പുരോഹിതനായ സിൽവെസ്റ്റർ സഭയിലെ ഒരംഗമായി ജോയിൻ ചെയ്യുന്നത്. തുടർന്ന് ഫ്രാൻസിസും പീറ്റർ ഡി കറ്റാനിയും റീറ്റി താഴ്വരയെ സുവിശേഷവൽക്കരിക്കുന്നതിനായിട്ട് യാത്ര ചെയ്യുന്നു. ഈ സുഹൃത്തുക്കളെല്ലാം, ഈ സഹോദരരെല്ലാം എന്നും എത്തിച്ചേർന്നിരുന്നത് പോർസിയങ്കുല ദേവാലയത്തിലേക്കാണ്. പോർസിയങ്കുല ഇത് ഫ്രാൻസിസ് തന്നെ സ്വന്തം കൈകൊണ്ട് നിർമ്മിച്ച ഒരു ദേവാലയമാണെന്നും അത് ബെനഡിക്റ്റൻ സഹോദരന്മാരിൽ നിന്ന് ലഭിച്ച ദേവാലയമാണെന്നും അതോടൊപ്പം ഫ്രാൻസിസ് ഇതിനായി നൽകിയത് ഒരു കൊട്ട മീനാണെന്നും ഇപ്പോഴും ഈ ദേവാലയത്തിന്റെ തിരുനാൾ ദിവസങ്ങളിൽ ഈ ഒരു പതിവ് നിലനിൽക്കുന്നു എന്നുമാണ് ശ്രദ്ധേയമായിട്ടുള്ള വിഷയം. പിന്നീടാണ് ഫ്രാൻസിസ്കൻ സഭയിലേക്ക് ജോൺ ഡി കപ്പല്ല ആൻഡ് ബ്രദർ മൊറിക്കോ ജോയിൻ ചെയ്യുന്നത്. ഈ ജോൺ ഡി കപ്പല്ല ജോയിൻ ചെയ്തതിന് ശേഷം ഫ്രാൻസിസ്കൻ സഹോദരന്മാരോട് കൂടി ചേരുമ്പം അവർക്ക് എന്തെങ്കിലും തരത്തിൽ ഒരു സുവിശേഷത്തിൽ വിശ്വസിക്കാൻ സാധിക്കാത്തതായ എന്തെങ്കിലും അവിടെ പരാമർശിക്കുന്നതായി കാണുന്നില്ല. എന്നിരുന്നാലും 1208
സമ്മർ കാലഘട്ടങ്ങളിൽ പോർസിയങ്കുലായിൽ നിന്ന് കുറെ സഹോദരന്മാർ ലോകത്തിൽ മറ്റു സഹോദരി സഹോദരന്മാരെ പ്രായശ്ചിത്ത പ്രവർത്തികൾ പഠിപ്പിക്കുന്നതിനായി അവർ 2 പേരടങ്ങുന്ന ചെറു സംഘങ്ങളായി യാത്ര ചെയ്യുന്നതായിട്ട് കാണാം. അവർ ആ കാലഘട്ടത്തിൽ 1208 സമ്മറിൽ പോകുന്നത് പോജിയോ ബോസ്റ്റോട്ട് എന്ന റീറ്റി വാലയുടെ അടുത്തുള്ള ഒരു സ്ഥലത്തേക്കാണ്. തുടർന്ന് അവിടെ നിന്ന് ബെർണാഡ് ആൻഡ് ഗൈൽസ് അവർ യാത്ര ചെയ്യുന്നത് സാന്റിയാഗോ ഡി കോമ്പസ്റ്റെല്ല ഇവിടേക്കാണ് യാത്ര ചെയ്യുന്നത്. സാന്റിയാഗോയിൽ നിന്ന് തിരിച്ചു വരുന്ന ഗൈൽ തുടർന്ന് പെർമിഷൻ വാങ്ങുന്നത് വിശുദ്ധ നാടുകൾ സന്ദർശിക്കുന്നതിനാണ്. പാലസ്തീനും മറ്റു വിശുദ്ധ നാടുകളും സന്ദർശിക്കുന്നതിനാണ്. ഈ വിശുദ്ധ നാട് സന്ദർശിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള യാത്രയിലായിരിക്കണം ഗൈൽസ് ഫ്ലോറൻസിൽ എത്തിപ്പെടുന്നത്. തുടർന്ന് വീണ്ടും നമ്മൾ കാണുന്ന ഒരു സംഭവമാണ് ഫ്രാൻസിസ്കൻ സഭാചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു സംഭവമായി കരുതിപ്പോരുന്നത്. ഫ്രാൻസിസും തന്റെ സഹോദരരുമായി 1209 ശരത്കാലങ്ങളിൽ റോമിലേക്ക് യാത്ര തിരിക്കുന്നു. കാൽനടയായുള്ള യാത്ര, ആവശ്യത്തിന് മാത്രമുള്ള ഭക്ഷണം, ഉള്ളിൽ പ്രാർത്ഥന, നിയമാവലിയായി എഴുതി വെച്ചിട്ടുള്ളത് ആകെ മത്തായിയുടെ 10-ാം സുവിശേഷത്തിൽ നിന്നുള്ള കുറച്ച് വാചകങ്ങൾ. കണ്ടാൽ ഒരു തരത്തിലും ഒരാളും വീട്ടിൽ കയറ്റില്ല എന്ന രീതിയിലുള്ള രൂപഭാവം. എന്തായാലും സന്തോഷത്തോടുകൂടി സഹോദരന്മാർ മാർപ്പാപ്പയെ കാണുന്നതിനായി 1209 മാർപ്പാപ്പയെ കാണുന്നതിനായി അവർ പോകുന്നു. ഒരു കാര്യം കൂടി എടുത്തു പറയട്ടെ. ഇവർക്ക് ജോലി ചെയ്യാൻ കഴിയാത്ത അവസരങ്ങളിൽ, ജോലി ചെയ്ത് വേതനം കിട്ടാതിരിക്കുന്ന സമയങ്ങളിൽ ഇവർ സ്നേഹത്തോടുകൂടി ഭിക്ഷ യാചിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മെൻഡിക്കൻ ഓർഡർ എന്ന വാക്ക് ഫ്രാൻസിസ്കൻ ഓർഡറിന് നമ്മൾ നൽകുന്നത്. അങ്ങനെ ഫ്രാൻസിസ് അസീസി തൻ്റെ സുഹൃത്തുക്കളോടുകൂടെ മാർപ്പാപ്പയെ കാണുന്നതിനായി 1209 ഒരു 12 അംഗ സംഘം റോമിലേക്ക് യാത്ര ചെയ്യുന്നു. നമുക്ക് ഈ യാത്ര അവരോടൊപ്പം തുടരാം. താങ്ക് യു.